കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അന്നൊരു വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് ഈ മന്ത് സാലറി കിട്ടിയപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം. എപ്പോഴും സാലറി കിട്ടും, സാലറി പോവും, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും. എങ്കിലും പേഴ്സണൽ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ കുറവുള്ളൊരു കാര്യമായിട്ട് തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ മീഷോയിൽ കണ്ട ഒരു പ്രൊഡക്റ്റാണ്, ഒരു ബാഗാണ്. ഓഫീസിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു പർപ്പസിൽ വാങ്ങിച്ച ബാഗാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് നമ്മളൊരു ഒരാഴ്ചയായി ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം റിസീവ് ചെയ്തു, ഗേറ്റിൽ കൊടുത്തിട്ട് പോവുക ചെയ്തത്. നമ്മൾ എന്നിട്ട് പിന്നീട് OTP വിളിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്യുക. നമുക്ക് ഓഫീസിൽ ഫോൺ ആക്സസ് കുറവാണ്. അപ്പോൾ നല്ലൊരു പാക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കവറിൽ ഡബിൾ കവർ ചെയ്ത്, പിന്നെ അതിന് മേലെ നിങ്ങൾ കണ്ടില്ലേ ഒരു തരം ഷീറ്റെല്ലാം വെച്ച് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്, ഹാൻഡ് ബാഗാണ്. ഇത് ഒരു പ്രത്യേക ഭംഗി തോന്നി. എന്തോ നല്ല ഫോട്ടോയിൽ കണ്ടപ്പം കുറച്ച് ചെറുതായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ബാഗിന്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം ക്യാരി ചെയ്യാം. ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലഞ്ചും വാട്ടറും ഒക്കെ ക്യാരി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഓഫീസ് യൂസിന് പറ്റുമെന്ന് തോന്നിയില്ല. ഒരു പ്രത്യേകതരം, എന്തുകൊണ്ടോന്നറിയില്ല, ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നുന്നു. ഓഫീസിലേക്ക് റെഗുലറോ കാഷ്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നാത്തൊരു ഫീൽ. എന്തെങ്കിലും ഒക്കേഷൻസിനോ ഒക്കെ എടുക്കാമെന്ന് കരുതി മാറ്റി വെച്ചു. ഇതിൽ ഈ മയിൽപ്പീലിയുടെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയത്. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്, ബാക്കിലും സിബുണ്ട്, ഉള്ളിലും ഞാൻ കാണിച്ചു തരാം ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഒറ്റ ലുക്കിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്പേസിൻ്റെ കാര്യം. ഇപ്പം ഫസ്റ്റത്തെ ഒരു നമ്മൾ പറയില്ല, ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്, ഒരു ചെറിയ ഇൻസൈഡിൽ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. അത് നമുക്ക് ഫോണെല്ലാം ക്യാരി ചെയ്യാൻ പറ്റും, ഏത് ഫോണും യൂസ് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റുന്ന അത്ര സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം ഉള്ളിലേക്കുണ്ട്, അത് കുഴപ്പമില്ല, ഇടാൻ പറ്റും, നമുക്കത് ഇടാൻ പറ്റും. പിന്നെ ലഞ്ച് വാട്ടർ ബോട്ടിൽ ചില സമയത്ത് കൂടാ. ഇത് മാത്രമാണ് എൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുപോകാറുള്ളൂ, ബാക്കിയെല്ലാം വേറെ ബാഗ്സിലാണ് യൂസ് ചെയ്യാറ്. ഒരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്നതിനപ്പുറം കൊള്ളാം, ഒരു ആവറേജ് എല്ലാ കാര്യങ്ങളുള്ള ഒരു നല്ല ബാഗ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ട്രഡീഷൻ ടച്ച് തോന്നി എനിക്ക്. അത് ആ മയിൽപ്പീലിയുടെ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്, കളർഫുള്ളാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ടൈ ആയാലും അവരത് സെയിം പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. അത് ക്ലോത്തും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തെ ഈ ബാഗിലാണെങ്കിലും ഫിക്സ് ചെയ്തിരിക്കുന്ന ക്ലോത്ത് തന്നെയാണ്. അതിൻ്റെ അടിയിൽ ഒരു കൈൻഡ് ഓഫ് സ്പോഞ്ച് വെച്ച് അതങ്ങനെ വെച്ചിരിക്കണം. അതുകൊണ്ട് ഭയങ്കര സ്മൂത്തി ഫിനിഷാണ്, തൊടുമ്പോഴെല്ലാം നല്ല സ്മൂത്തി ടെക്സ്ചർ അങ്ങനത്തെയാണ്. അത്യാവശ്യം എന്താ പറയുക, കാര്യങ്ങളെല്ലാം കൊള്ളുന്ന നല്ലൊരു ബാഗ്. അത് വർത്തിയാണ്. ഒരു 300 ഒരു റേറ്റേ വരുന്നുള്ളൂ, അപ്രോക്സിമേറ്റ്ലി അത്രേ വരുന്നു. പണ്ട് മുതലേ ഒരു മയിൽപ്പീലിയോടുള്ള ഇഷ്ടം കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഒരു ബാഗ് കണ്ടപ്പോഴും പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിപ്പോയത്. ഇതിൻ്റെ വേറെ ബ്ലാക്ക് കളറിലുള്ള വേറൊരു കോമ്പിനേഷൻ ബാഗും കൂടി അതിൽ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അറിയില്ല, ഈ മയിൽപ്പീലികളോട് പണ്ടും ഇന്നും എപ്പോഴും ഒരു തരം ഇഷ്ടമാണ്.